ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ ഒരു 2 കിലോ ചിക്കൻ ഉണ്ട്. അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഞാനിത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറക്കാനുള്ളതൊക്കെ ഒന്ന് വറക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കർ വെക്കാം കേട്ടോ. കുക്കർ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിക്കണം. ഉള്ളി ഒരു 4 ചട്ടി വെച്ചിട്ടുണ്ട്. കുക്കർ വെക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂണിൽ 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി 2 പച്ചമുളക്, പൊടിയായി അരിഞ്ഞ ഉള്ളി. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഉള്ളി വറുകാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വറുത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു 4 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴന്ന് വരട്ടെ. ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്കുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. ഒരു ചീനിച്ചട്ടി വയ്ക്കുക. മസാല നമുക്ക് ചിക്കന് വേണ്ടിയിട്ട് മസാല നോക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് വറമുളക് എടുത്തിട്ടുണ്ട്. കൊത്തമല്ലി, ജീരകം, കുരുമുളക്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് നമുക്ക് വറക്കാം. കൊത്തമല്ലി മുളകൊക്കെ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേകാൻ വെക്കാം. ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് അതിന് നോക്കിയിട്ട് ആവശ്യമുള്ള മുളക് വറുക്കാൻ ഇട്ടാൽ മതി കേട്ടോ. ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. ചിക്കൻ വേകാൻ വെക്കും. ഉള്ളി നല്ലതുപോലെ തക്കാളിയൊക്കെ ആയിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിലങ്ങോട്ട് വെച്ചാൽ നന്നായിട്ട് വെള്ളമായിട്ട് ഉണ്ടോളും. ഇളക്കി കൊടുക്കാം. വറുത്തരച്ച ചിക്കൻ കറി. മല്ലിപ്പൊടി, മസാലപ്പൊടി, കൊത്തമല്ലി, മുളകും വറുത്തരച്ചിട്ടാണ് വെക്കാൻ പോണത്. അതാണ് വറുത്ത് കാണിച്ചത്. നമ്മൾ മുമ്പൊക്കെ അങ്ങനെയാണ് വെക്കുക. പൊടികളൊന്നും ഇല്ലാത്ത സമയത്തേ നമ്മളങ്ങനെയുണ്ട് ഉണ്ടാക്കുക. ഇതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയൊക്കെ വന്നത് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടത്. ഇതൊന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കിയ ശേഷം വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമുക്കിത് തനിയെ വെള്ളം വന്നോളും. വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമുക്ക് വേകാൻ വെക്കാം കേട്ടോ. സൂപ്പറായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ദോശയ്ക്കും ചോറാണ് വെക്കുന്നത്. രസം, ചോറ്, ചിക്കൻ അങ്ങനെ വെക്കണം. നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട്
നമുക്ക് രസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് വേകുമ്പോഴേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് വരണം. രസം വെക്കണം. അപ്പം ഞാൻ ഇതൊന്ന് വേകട്ടെ. അപ്പോഴേക്കും മസാല അരയ്ക്കാം. തേങ്ങയൊന്നുമില്ല, കൊത്തമല്ലി വറുത്തില്ലേ അത്. അതിൻ്റെ കൂടെ നമ്മൾ ഇടേണ്ടത് പട്ട, ഗ്രാമ്പ്, പെരിഞ്ചീരകം, കശകശ എല്ലാം ഇട്ടിട്ട് അരയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. രസം വെക്കാം. രസത്തിന് വേണ്ടിയിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ തക്കാളി. 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കയ്യോ കൊണ്ട് നന്നായി കസക്കിയെടുക്കുക. മുമ്പൊക്കെ വെക്കുമാതിരിയുള്ള രസമാണ് വെക്കുന്നത്. നല്ലതുപോലെ അങ്ങനെ കസക്കിയ ശേഷം നമുക്ക് വെക്കാം. കുറച്ച് പുളി കുതിർത്തി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ജീരകം, തൂരംപരിപ്പ്, കൊത്തമല്ലി, കുരുമുളക്, 2 വറമുളക്, വെളുത്തുള്ളി, കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കണ്ടോ മല്ലിയില ഇട്ട് കൊടുക്കാം അരയ്ക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം. രസത്തിനുള്ളത് അരയ്ക്കാം, നമുക്ക് ചിക്കനുള്ളത് അരച്ചിട്ട് വരാം. ചിക്കൻ മസാല അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉള്ളി ഇതങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയുടെ കൂടെ ഞാൻ ഇത് ഇട്ടിട്ട് അരയ്ക്കാൻ പോവുകയാണ്. രസം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇത് അരച്ച് വെച്ച ഇതുണ്ട് മസാല. രസത്തിന് വേണ്ടിയിട്ട് പരിപ്പ്, കൊത്തമല്ലി, കുരുമുളക്, ജീരകം എല്ലാം കൂടെ ഇട്ടതാണ്. നമുക്ക് ഇതൊന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. എനിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി, പെരുങ്കായപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. നല്ലോണം തിളയ്ക്കേണ്ട. പുളിയൊക്കെ ഒന്ന് കറ്റാണോ എരിവ് അതൊക്കെ കറ്റാണോ നോക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളക്കട്ടെ. രസം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇടാൻ പോണത് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മണം കിട്ടും. സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതൊന്ന് തിളച്ചു. മല്ലിയില ഇട്ടിട്ട് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. ചിക്കൻ ഇതവിടെ ഒരു വിസിൽ 2 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ ആവട്ടെ, ഒരു 2 വിസിലും കൂടെ ആവട്ടെ. ഓരോരോ കുക്കറിൽ വേവ് ഓരോരോ ടൈപ്പായിരിക്കും. അപ്പം അതുമാതിരി വേകാൻ വയ്ക്കുക. മല്ലിയില ഇട്ടു. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. എല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ. ഞാനിത് ഓഫാക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. രസത്തേക്ക് ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി, ഉപ്പ് അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി അതിൻ്റെ വിസിൽ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ വെന്തോ നോക്കാം. കുക്കറിൻ്റെ വിസിലൊക്കെ പോയി. മസാല ഒന്നും ഇട്ടിട്ടില്ല. ഇതാ വെള്ളം കണ്ടോ, നിറയെ വെള്ളമായിട്ട് ഉണ്ട്. ഇതൊന്ന് വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വെള്ളം വറ്റട്ടെ. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഞാൻ ഈ അടുപ്പിൽ മസാല ഒക്കെ ഒന്ന് ചൂടാക്കി. നമ്മളിപ്പോൾ വറുത്തരച്ചില്ലേ ആ മസാല ഒന്ന് നന്നായിട്ട് ചൂടാക്കുക എണ്ണ ഒഴിച്ചിട്ട്. ഞാനൊരു
തട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഇങ്ങനെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ അടുപ്പിൽ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗോൾഡ് വിന്നർ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരച്ച മസാല ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോവട്ടെ. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. 1 പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. വഴറ്റിയെടുത്തത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഈ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. മസാല ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരച്ചൊക്കെ വെച്ചാൽ നന്നായിട്ടുണ്ടാകും. അമ്മയിലും ആട്ടുകല്ലിലൊക്കെ അരച്ച് നമ്മൾ വെച്ചാൽ സൂപ്പറായിട്ടുണ്ടാകും. ഒന്ന് ഇളക്കി കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ കുറുമ, ചിക്കൻ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം, ചിക്കൻ വറക്കാം. ചിക്കൻ റെഡിയായി. കുറച്ചും കൂടെ ലൂസാക്കിയ കറിയായിട്ട് കൂട്ടാം, അല്ലെങ്കിൽ സൈഡ് ആയിട്ട് കറിയായിട്ട് കൂട്ടാം. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടിട്ടുണ്ട്. എരിവ് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി നോക്കുക. പോരെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ പോരെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ചിക്കൻ കറിയായി. ഗ്യാസ് ഓഫ് ആക്കി. നമുക്ക് ചോറിൻ്റെ കൂടെ നോക്കാം. രസം താളിക്കണം. രസം താളിക്കാനായിട്ട് കരണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. 1 സ്പൂണ് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ജീരകം വറമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് രസത്തിലേക്ക് തളിച്ചു കൊട്ടാം. ചിക്കൻ ഒന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. എന്നാലും അതൊക്കെ ഒന്ന് സെറ്റായിട്ട് കറക്റ്റായിട്ട് ഇരിക്കണ്ട. മീനുകുട്ടിക്ക് വിസ്കാൻ തുടങ്ങും. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. രസം താളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പാം. ചിക്കൻ കറി, ചോറ്, രസം അടിപൊളിയായി. മാങ്ങയുണ്ട്. നമുക്ക് ചിക്കൻ എടുക്കാം. സൂപ്പറായിട്ടുള്ള കറി. രസം ഒഴിക്കാം. രസം തൂണ് സൂപ്പറായി. ഒരു പപ്പടം ഒക്കെ വെച്ച് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും ചിക്കൻ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.